സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുവാൻ ശ്രമിക്കുന്നവർ എല്ലായിടത്തുമുണ്ട്. എല്ലാം സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുവാനുള്ള സാവകാശം ജീവിതം നമുക്ക് തന്നില്ല എന്ന് വരാം. ചിലതൊക്കെ മറ്റുള്ളവരുടെ വീഴ്ചകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം വായിക്കുമ്പോൾ തുടക്കത്തിലൊരു അസ്വസ്ഥത തോന്നാമെങ്കിലും ആഴത്തിൽ പഠിച്ചാൽ ദൈവം ഇതിലൂടെ നമ്മോട് സംവാദിക്കുന്ന വലിയ സത്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാനാകും. കേവലം പാപപ്രവൃത്തികളോട് മാത്രം അറപ്പ് തോന്നിയാൽ പോരാ, മറിച്ച് പാപത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് ഹൃദയത്തിലാണെന്ന് നാം തിരിച്ചറിയണം. അവയെ വേരോട് പിഴുതെറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിയാതെ ജീവിക്കുന്ന മനുഷ്യർ ലോകത്തിനു മുമ്പിൽ അപഹാസ്യരായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും തൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചും വിളിയെക്കുറിച്ചും അനുതപിക്കാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. ബൈബിൾ പഠിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. എന്തിനാണ് ചില വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ചില അധ്യായങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. എന്തിനാണ് യോസഫിൻ്റെ ജീവിത കഥയുടെ ഇടയിൽ ഇങ്ങനൊരു കഥ? പ്രിയരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെല്ലാം വ്യക്തമായ ഉദ്ദേശമുണ്ട്. ബൈബിളിലെ ഓരോ വാക്യത്തിനും ഓരോ അധ്യായത്തിനും ഓരോ പുസ്തകത്തിനും ഓരോ സംഭവത്തിനും ഇന്ന് ജീവിക്കുന്ന നമ്മോട് പറയുവാൻ ചില ദൂതുകളുണ്ട്. ഈ 38-ാം അധ്യായം നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകും. ഈ 38-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന യഹൂദയുടെ പ്രവൃത്തികളൊക്കെ ജോസഫിൻ്റെ ജീവിതത്തിലെ പ്രയാസമേറിയ ആ കാലയളവിൽ സംഭവിക്കുന്നതാണ് എന്നത് മറക്കരുത്. ഈ 38-ാം അധ്യായം ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്നായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ്. ഈ അധ്യായം ഇല്ലായിരുന്നുവെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പല പേരുകളുടെയും വേര് തപ്പി നാം അലയേണ്ടി വരുമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നു പിറന്നതായ യഹൂദ ഗോത്രത്തിൻ്റെ പശ്ചാത്തലം കുറേയൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നു. ഇക്കാരണത്താൽ ഈ ഭാഗം ബൈബിളിൽ ഉൾപ്പെടുത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. യഹൂദ, താമാർ, പേരസ്, സേരഹ് എന്നീ പേരുകൾ ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ പേരുകളെല്ലാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കവ പരിചിതമായിരിക്കും. നമ്മുടെ കർത്താവ് പാപം നിറഞ്ഞ ഒരു വംശത്തിൽ വന്നു പിറന്നു എന്നുള്ളത് തികച്ചും ആശ്ചര്യകരമായൊരു സംഗതി തന്നെയാണ്. എല്ലാ പ്രകാരത്തിലും അവിടുന്ന് നമ്മെപ്പോലെയായി, എന്നിട്ടും അവൻ പാപമില്ലാത്തവനായിരുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യവംശത്തിൽ തന്നെയാണ് നമ്മുടെ കർത്താവും വന്നു പിറന്നത്. യഹൂദയുടെ പാപവും ലജ്ജാകരമായ കാര്യങ്ങളുമാണ് ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിലെ വിഷയങ്ങളെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. യാക്കോബിൻ്റെ പുത്രന്മാർ അവനൊരു സ്വസ്ഥതയും കൊടുക്കുന്നവരായിരുന്നില്ല എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ 38-ാം അധ്യായം. യോസഫും ബെന്യാമീനും ഒഴിച്ച് ബാക്കി എല്ലാ പുത്രന്മാരും ഒരർത്ഥത്തിൽ പ്രശ്നക്കാരായിരുന്നു. ആ അപ്പൻ എത്ര വേദന ഉണ്ടായിരുന്നിരിക്കും അല്ലേ? യോസഫിൻ്റെ കാര്യം ഇപ്പോൾ കൂടുതൽ ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഒരു സ്വസ്ഥതയുമില്ലാത്ത ഒരു പിതാവ്,
എന്തായിരിക്കും ഇതിൻ്റെ കാരണം? യാക്കോബ് പദ്ദൻആരാമിൽ സമ്പത്തുണ്ടാക്കുവാനാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. മക്കളെ വളർത്തുവാനോ പഠിപ്പിക്കുവാനോ അവന് സമയമില്ലായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മുൻഗണന ശരിയല്ലാതെ മുമ്പോട്ട് പോകുന്ന എല്ലാവർക്കും പിന്നീട് ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് യാക്കോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. യാക്കോബ് അബ്രഹാമിൽ നിന്നും എത്ര വ്യത്യസ്തനായിരുന്നു എന്ന് ഓർക്കണം. അബ്രഹാമിനെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് അബ്രഹാം. ഏതായാലും യാക്കോബ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. അവൻ ലാബാനുമായുള്ള ഇടപെടലുകളിൽ വ്യാപൃതനായിരുന്നതിനാൽ ഈ മക്കളെ ഒന്നും നോക്കുവാൻ അവന് സമയം ലഭിച്ചില്ല. അത് വളരെ പരിതാപകരമായിപ്പോയി. കാരണം പിന്നീട് അവരിൽ ഓരോരുത്തരും വളരെ നീചമായ പാപങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് നാം കാണുന്നുണ്ട്. ജീവിതത്തിൽ മൂല്യം നഷ്ടപ്പെട്ട ഒരു കൂട്ടം യൗവനക്കാർ. 38-ാം അധ്യായം ദൈവവചനത്തിൽ ഉൾപ്പെടുത്തിയതിന് വേറൊരു കാരണം കൂടിയുണ്ടെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അടുത്ത അധ്യായം മുതൽ നാം യോസഫിൻ്റെ മിസ്രൈമിലെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ പോകുകയാണ്. ദൈവം യോസഫിനെ മിസ്രൈമിലേക്ക് അയക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള മാർഗം യോസഫിലൂടെ ഒരുക്കുവാൻ പോകുന്നു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. കനാനിലെ ക്ഷാമത്തിൻ്റെ സമയത്ത് മിസ്രൈമിൽ അവരുടെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്നാൽ അതിനേക്കാൾ ഉപരി ഇതിലൂടെ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് നിന്നും വെളിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അങ്ങനെ നികൃഷ്ടമായ ആചാരങ്ങളുള്ള കനാന്യരെ അനുകരിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ സാധിക്കും. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി തന്നെയായിരുന്നു. യാക്കോബും കുടുംബവും കനാനിൽ തങ്ങിയിരുന്നെങ്കിൽ അവർ അവിടുത്തെ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് താണു പോകുമായിരുന്നു. ഇസ്രായേൽ മക്കൾ കനാന്യരുടെ ഇടയിൽ നിന്നും വെളിയിൽ വന്നേ പറ്റൂ എന്നതാണ് ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വസ്തുത. ഇസ്രായേലിലെ ഗോത്രങ്ങളിൽ പിന്നീട് രാജവംശമായതാണ് ഈ യഹൂദ ഗോത്രം. ഏതോ ഒരു അതുല്യാമിൻ്റെ അടുത്ത് യഹൂദ ബിസിനസ്സിനായി പോയതാണ്. അവിടെ വെച്ച് അവനൊരു കനാന്യ സ്ത്രീയെ കണ്ടു. അങ്ങനെ അവളുമായി ബന്ധപ്പെടും. അവളിലൂടെ യഹൂദയ്ക്ക് മക്കളുണ്ടാകും. യഹൂദ തൻ്റെ ആദ്യജാതനായ ഏറിന് താമാർ എന്നൊരു ഭാര്യയെ കൊണ്ടുവന്നു. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതിനാൽ യഹൂദയുടെ ആദ്യത്തെ 2 പുത്രന്മാരും മരിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ മരിച്ചവൻ്റെ ഭാര്യയെ അയാളുടെ സഹോദരൻ വിവാഹം ചെയ്യണമെന്നത് അക്കാലത്തെ ഒരു സമ്പ്രദായമായിരുന്നു. യഹൂദയുടെ 2ാമത്തെ പുത്രനായിരുന്ന ഓനാൻ താമാറിനെ വിവാഹം ചെയ്യുവാൻ സമ്മതിച്ചില്ല. സ്വന്തം കുടുംബത്തിൻ്റെ നിലനിൽപ്പ് ചിന്തിക്കാതെ സ്വാർത്ഥതയോടെ പ്രവർത്തിച്ച ഓനാനെ ദൈവം കൊന്നുകളഞ്ഞു. ഇനിയും യഹൂദയ്ക്ക് വേറൊരു മകൻ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് യഹൂദ മരുമകളോട് പറഞ്ഞത് തൻ്റെ ഇളയ മകൻ വളർന്നു വരുന്നത് വരെ അവളുടെ അപ്പൻ്റെ ഭവനത്തിൽ പോയി നിൽക്കുക എന്നത്രേ. ഇത് പറയുമ്പോൾ യഹൂദയ്ക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീ മൂലം 2 മക്കൾ തനിക്ക് ഇതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 3ാമത്തെ കുട്ടി കൂടി ഇവളുടെ കൂടെ കൂടിയാൽ പിന്നെ തനിക്ക് മക്കൾ ആരും ഉണ്ടാകില്ലല്ലോ എന്ന ഭയം യഹൂദയിൽ ഉണ്ടായിക്കാണും. ഏതായാലും താമാറിനെ അവളുടെ അപ്പൻ്റെ വീട്ടിലേക്ക് യഹൂദ പറഞ്ഞു വിട്ടു. ഏറെ നാൾ കാത്തിരുന്നിട്ടും യഹൂദ തൻ്റെ മകനെക്കൊണ്ട് താമാറിനെ വിവാഹം കഴിപ്പിച്ചില്ല. അതിന് പ്രതികാരമെന്നോണം താമാർ ഒരുക്കിയ കെണിയിൽ യഹൂദ വീണു. ആടുകളെ രോമം കത്തിരിക്കുന്നതായ ഒരു അടിയന്തരത്തിന് പോകുന്ന യഹൂദയെ താമാർ ഒരു വേശ്യയുടെ വേഷത്തിൽ കണ്ടുമുട്ടുന്നു. യഹൂദ തൻ്റെ മുദ്രാമോതിരവും മോതിരച്ചരടും കയ്യിലെ വടിയും പണയം വെച്ചിട്ട് താമാറുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ യഹൂദ താൻ പണയം വെച്ച ആ വകകൾ തിരിച്ചെടുക്കുവാൻ തൻ്റെ സുഹൃത്തിനെ ആ പട്ടണത്തിലേക്ക് അയക്കുന്നു. അവൻ അവിടെ ചെന്നപ്പോൾ യഹൂദ പറഞ്ഞതുപോലെ ആരെയും അവിടെ കണ്ടില്ല. അവൻ വളരെ അന്വേഷിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. 38-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ ആ സ്ഥലത്തെ ആളുകളോട്
എനയീമിൽ വഴിയരികെ ഇരുന്ന വേശ്യ എവിടെ എന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്നു. ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്ത് ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവൾ അത് എടുത്തുകൊള്ളട്ടെ, ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ല താനും എന്ന് പറഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിൻ്റെ മരുമകൾ താമാർ പരസംഗം ചെയ്ത് പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവീൻ, അവളെ ചുട്ടുകളയണമെന്ന് പറഞ്ഞു. ഇവിടെ യഹൂദയുടെ ഇരട്ടത്താപ്പ് വെളിവാകും. സുഹൃത്തെ, ഈ സംഭവം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിനാൽ ദൈവം യഹൂദ ചെയ്തതോ താമാർ ചെയ്തതോ അംഗീകരിക്കുന്നു എന്നർത്ഥമില്ല. അവിടുത്തെ ജനം കനാന്യരെ പോലെ പ്രവർത്തിക്കുന്നു. ആ കാരണം കൊണ്ട് തന്നെയാണ് ദൈവം അവരെ ആ ദേശത്തു നിന്ന് മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്നത്. മിസ്രൈമിൽ അവൻ അവരെ എല്ലാവരിൽ നിന്നും വേർപെടുത്തി ഗോശൻ ദേശത്താക്കുവാൻ പോവുകയാണ്. മേൽപ്പറഞ്ഞ പോലുള്ള നികൃഷ്ടമായ സ്വാധീനങ്ങളിൽ നിന്നും അവരെ വേർപെടുത്തുവാൻ ദൈവം അത് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് യഹൂദയുടെ ജീവിതത്തിലെ ഈ സംഭവം. മറ്റുള്ളവരുടെ പാപം കാണുവാൻ യഹൂദയ്ക്ക് എളുപ്പമായിരുന്നു, എന്നാൽ സ്വന്തം പാപം കാണുവാൻ അവന് സാധിക്കുന്നില്ല. ദാവീദിൻ്റെ കാര്യത്തിലും ഇതുതന്നെയല്ലേ നാം കാണുന്നത്? നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് വന്ന് ഒരേ ഒരു കുഞ്ഞാടുള്ളവൻ്റെ കഥ പറഞ്ഞതോർക്കുന്നില്ലേ? ധനികനായൊരു മനുഷ്യൻ വന്ന് പാവപ്പെട്ടവൻ്റെ ഒരേ ഒരാടിനെ കൊന്ന് തിന്നുകളഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ മുഖത്തെ കോപമൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവൻ ഒറ്റയടിക്ക് ശിക്ഷവിധി കൽപ്പിക്കുകയോ പോലും ചെയ്തു. ഇവിടെ ഇത് യഹൂദ ചെയ്യുന്നത് പോലെയാണ് ദാവീദും ചെയ്തത്. എന്നാൽ ഉടനെ നാഥാൻ പ്രഖ്യാപിച്ചു, ആ അന്യായക്കാരൻ നീ തന്നെയാണ് ദാവീദേ. മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ തെറ്റുകൾ കണ്ടുപിടിക്കുവാൻ നാം എല്ലാം എത്ര മിടുക്കരാണ്, എത്ര വേഗത്തിലാണ് നാം അത് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള അതേ പാപം കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഓർക്കുക, മറ്റുള്ളവരിൽ നിങ്ങൾ കുറ്റം വിധിക്കുന്ന അതേ പാപം നിങ്ങളിലുണ്ടോ? വാസ്തവത്തിൽ ഇവിടെ യഹൂദ 2 കുറ്റം ചെയ്തു. അവൻ്റെ പാപം തന്നെ നികൃഷ്ടമാണ്, എന്നാൽ അത് അവൻ്റെ മരുമകളുമായിട്ടായിരുന്നു എന്നതുകൂടിയായാലോ. ഇങ്ങനെയായിരുന്നു ആ നാട്ടുകാരായ കനാന്യർ അന്ന് ജീവിച്ചിരുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലൈംഗിക കാര്യങ്ങളിൽ ഏതോ പുതിയ സ്വാതന്ത്ര്യം മനുഷ്യർക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം വെച്ച അതിരുകൾക്കുള്ളിൽ ആസ്വദിക്കേണ്ട പാവനമായ ഈ ബന്ധത്തെ അത്യാധുനികതയുടെയും വിശാല ചിന്താഗതിയുടെയും മറവിൽ സകല അതിരുകളും ലംഘിച്ച് മനുഷ്യർ ദുരുപയോഗം ചെയ്യുന്നതിനാൽ മനുഷ്യ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന വിപത്ത് പറഞ്ഞറിയിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇക്കാരണം കൊണ്ടാണ് അവരെ ശിക്ഷിച്ച് ഭൂമുഖത്തു നിന്നും നീക്കിക്കളഞ്ഞത് എന്നോർക്കണം. ഇന്ന് കനാന്യരില്ല എന്നോർക്കണം. അവർ ഭൂമുഖത്തു നിന്നും പാടെ അപ്രത്യക്ഷമായി. ദൈവം അവരെ ശിക്ഷിച്ചു. ഇത് ഏതൊരു വ്യക്തിക്കും ഏതൊരു കുടുംബത്തിനും ഉള്ള മുന്നറിയിപ്പ് തന്നെയാണ്. എന്നിട്ടും അനേകരും ആ ദൂത് ലഭിച്ചിട്ടില്ലാത്തതുപോലെയാണ് ജീവിക്കുന്നത്. ക്രിസ്തു വിശ്വാസികളിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈ അധ്യായം തിരുവചനത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ ദൈവം നമുക്കൊരു വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായപ്പൻ്റെ അടുക്കൽ ആളയച്ചു. ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ഈ മുദ്രാമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണം എന്ന് പറയിച്ചു. ഭയങ്കരമല്ലേ? ഇപ്പോൾ താമാറിനെ പുറത്തു കൊണ്ടുവരുന്നു. ആ രംഗം നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. അവളെ ചുട്ടുകൊല്ലുവാനാണ് യഹൂദ പരിപാടിയിട്ടിരിക്കുന്നത്. പക്ഷേ താമാർ വളരെ കൂളായിരുന്നു. അവളൊരു മന്ദഹാസത്തോടെ പറയുന്ന ഈ വാചകങ്ങൾ വാസ്തവത്തിൽ ശരം പോലെ യഹൂദയുടെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറുകയാണ്. അവൾ പറയുകയാണ്,
എൻ്റെ ഉദരത്തിലുള്ള കുട്ടിയുടെ പിതാവ് ആരാകുന്നു എന്ന് നിനക്കറിയണമെങ്കിൽ ഞാൻ ഈ കൊടുത്തു വിടുന്നതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചാൽ മതിയാകും. ആ കുട്ടിയുടെ പിതാവിനെ കൂടി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ രണ്ടുപേരെയും കൂടി ചുട്ടുകൊന്നാൽ പ്രശ്നം പരിഹരിക്കാം. യഹൂദ വാസ്തവത്തിൽ അത് കണ്ടപ്പോൾ സ്തംഭിച്ചുപോയി. അയാൾ വാസ്തവത്തിൽ കനാന്യരുടെ നിലവാരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത് ഉന്നതമായ ഒരു നിലവാരത്തിലേക്കാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ലൈംഗിക വികാരങ്ങളുടെ നിയന്ത്രണത്തിനായി നാം ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കണം. 27 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ടപ്പിള്ളകൾ ഉണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്ത് നീട്ടി. അപ്പോൾ സൂതികർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രമുണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേരഹ് എന്ന് പേരിട്ടു. പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി നമ്മൾ വായിക്കുന്നു. അവിടെ നാം വായിക്കുന്നത്, അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പേരസിനെയും സേരഹിനെയും ജനിപ്പിച്ചു. പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. അങ്ങനെ വായിച്ച് 16-ാം വാക്യത്തിലെത്തുമ്പോൾ യാക്കോബും മറിയയുടെ ഭർത്താവായി യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്ന് നാം വായിക്കുന്നു. യഹൂദയുടെയും താമാറിൻ്റെയും വംശത്തിൽ യേശു കർത്താവ് ജഡം ധരിച്ചു എന്ന് പറഞ്ഞാൽ അത് മാനുഷികമായി ചിന്തിക്കുവാൻ തന്നെ പ്രയാസമായിരിക്കുന്നു. ഒരു മതത്തിലും ഇതുപോലെ ഒരു മതസ്ഥാപകൻ വന്ന് പിറന്നിട്ടില്ല. എന്നാൽ യേശു മനുഷ്യകുലത്തിലേക്ക് വന്നപ്പോൾ അവൻ പാപം നിറഞ്ഞ പശ്ചാത്തലമുള്ള ഒരു വംശത്തിൻ്റെ കുടുംബത്തിലാണ് പിറന്നത്. ദൈവം അവനെ നമുക്കായി പാപമാക്കി. അവൻ പാപം അറിയാത്തവനായിരുന്നു. അങ്ങനെ നാം ദൈവം മുൻപാകെ നീതീകരിക്കപ്പെട്ടു. ദൈവസ്നേഹം എത്ര വലുതാണെന്ന് ചിന്തിക്കൂ സുഹൃത്തെ. നാം അർഹിക്കാത്ത സ്ഥാനത്ത് അവൻ നമ്മെ അർഹരെ പോലെ എണ്ണി സ്നേഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസഫിൻ്റെ ജീവിതം നാം വിശദമായി കാണുവാൻ ആരംഭിച്ചതായിരുന്നല്ലോ. 39-ാം അധ്യായത്തിൽ നാം വീണ്ടും യോസഫിൻ്റെ അനുഭവങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതിനിടയിൽ 38-ാം അധ്യായത്തിൽ നാം കണ്ട യഹൂദയിൽ നിന്നും വളരെ വ്യത്യസ്തനായ വ്യക്തിത്വമുള്ളൊരു ആളായിരുന്നു യോസഫ് എന്ന കാര്യം കൂടി നമ്മെ പഠിപ്പിക്കുവാനാണ് ഈ 38-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോസഫിനും ബെന്യാമീനും വളരെയധികം ഉപദേശങ്ങളും പരിശീലനങ്ങളും വ്യക്തിപരമായി ശ്രദ്ധയുമൊക്കെ ലഭിച്ചു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റേ 10 പുത്രന്മാർക്കും അതൊന്നും ലഭിച്ചു കാണില്ല. കാരണം അവരൊക്കെ വളർന്നു വന്ന കാലത്ത് യാക്കോബ് ഭയങ്കര ധൃതിയായിരുന്നല്ലോ. അവരെ ശ്രദ്ധിക്കുവാൻ ഒട്ടും സമയമില്ലായിരുന്നു. യോസഫിൻ്റെ സഹോദരന്മാർക്ക് യോസഫിനോടുണ്ടായിരുന്ന വെറുപ്പും അസൂയയും നിമിത്തം അവനെ അടിമയായി വിൽക്കുകയും മിസ്രൈമിലേക്ക് അവനെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പൊത്തിഫറിന് യോസഫിനെ വിറ്റു എന്നാണ് നാം ഒടുവിൽ കണ്ടത്. ഒരു അന്യനാട്ടിൽ അടിമയായി വിൽക്കപ്പെട്ടു എന്നുള്ളത് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷകളും തകർക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുറമേയുള്ള യാതൊന്നിനും അവനെ പ്രചോദിപ്പിക്കുവാൻ സാധിക്കില്ല എന്നത് തീർച്ചയാണ്. കാണുന്നവനും കേൾക്കുന്നവനും എല്ലാം അവനെ നിർഭാഗ്യവാൻ എന്ന് വിളിച്ചെന്നിരിക്കും. മിസ്രൈം ദേശത്ത് പോലും അവൻ്റെ കാര്യങ്ങൾ അല്പം ഭംഗിയായി പോകുവാൻ ആരംഭിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇടയ്ക്ക് കയറി വരും. എത്ര പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുന്നില്ലേ? എന്നാൽ യോസഫിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാര്യങ്ങളും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സംഭവിച്ചത് എന്നത് തീർച്ചയാണ്. ആ സമയത്ത് യോസഫിന് അത് മനസ്സിലാക്കുവാൻ പ്രയാസമായിരുന്നു. ആർക്കാണെങ്കിലും അങ്ങനെ. എങ്കിലും അവൻ അതെല്ലാം അംഗീകരിച്ചു.
യോസഫിൻ്റെ ജീവിതത്തിലെ കൃത്യമായ ദൈവോദ്ദേശം പോലെ പഴയ നിയമത്തിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലും നാം കാണുന്നില്ല. യോസഫിൻ്റെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടിരുന്നു. ദൈവകരങ്ങൾ അവൻ്റെ മേലുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ ദൈവ നടത്തിപ്പ് വ്യക്തമായിരുന്നു. മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ട്. തിരുവചനപ്രകാരം ദൈവം നേരിട്ട് പ്രത്യക്ഷനായിട്ടില്ലാത്ത പഴയ നിയമ പിതാക്കന്മാരിൽ ഒരാൾ യോസഫ് മാത്രമാണ്. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷനായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യോസഫിന് പ്രത്യക്ഷനായതായി പറഞ്ഞിട്ടില്ല. എന്നിട്ടും മറ്റാരേക്കാളും വ്യക്തമായി ദൈവത്തിൻ്റെ നടത്തിപ്പ് യോസഫിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതവൻ തിരിച്ചറിഞ്ഞു, അതിന് പ്രകാരം ജീവിച്ചു. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൻ്റെ പഴയ നിയമ ഉദാഹരണം അത്രേ യോസഫ്. നാം അവിടെ കാണുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. യോസഫ് തന്നെ ഇത് വ്യക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുകയുണ്ടായല്ലോ. അവരുടെ പിതാവിൻ്റെ മരണശേഷം യോസഫിൻ്റെ സഹോദരന്മാർ ചിന്തിച്ചത് അധികാരസ്ഥാനത്തിരിക്കുന്ന യോസഫ് അവരോട് പകരം വീട്ടുമെന്നാണ്. മാനുഷികമായി അങ്ങനെ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് കരുണയ്ക്കായി യാചിക്കുവാൻ അവർ യോസഫിൻ്റെ അടുത്തെത്തുന്നു. അവരോട് അവൻ ഒരു പകയുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം യോസഫ് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഉൽപ്പത്തി 50:20. തൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. എത്ര ഭയാനകവും നിരാശാജനകവുമായ അനുഭവങ്ങളിലൂടെയാണ് യോസഫ് കടന്നുപോയിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത ഇതാണ്: കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇല്ലാതാക്കി കളയുവാനോ നമ്മോടുള്ള ദേഷ്യം കൊണ്ട് ഉപദ്രവിക്കുവാനോ പ്രവർത്തിക്കുന്നു എന്നല്ല. ഓർക്കണം, ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ നാം ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ നന്നായി വരുവാൻ അഥവാ കൂടുതൽ മെച്ചപ്പെടുവാൻ നമ്മെ ശിക്ഷണത്തിന് വിധേയരാക്കുന്നു എന്ന അർത്ഥമാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്ന് എബ്രായലേഖനം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കാണുന്നു. നാം ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പ് ദൈവത്തിൽ നിന്ന് തന്നെ നമുക്കുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം സകലവും നന്മയ്ക്കായി മാത്രമാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ചിലതെല്ലാമല്ല, സകലവും നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കായിട്ടാണ്. ആപത്തുകളാകട്ടെ, ഹൃദയവേദനകളാകട്ടെ, കഷ്ടങ്ങളാകട്ടെ, ആരോടും പറയുവാൻ കഴിയാത്ത നൊമ്പരങ്ങളാകട്ടെ, എല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കും അരുമനാഥൻ്റെ മഹത്വത്തിനുമാക്കി തീർക്കുന്നു. ഈ വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. തൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട് എന്ന് ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ അനുവാദമില്ലാതെ ആരും അതിനകത്ത് പ്രവേശിക്കുകയില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അയൽവക്കക്കാരനും സമ്മർദ്ദം തരുന്ന മേലുദ്യോഗസ്ഥനും നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ബന്ധുക്കളും എല്ലാം ആ വേലിക്ക് വെളിയിൽ മാത്രമേ നിൽക്കൂ. അതെ, സാത്താൻ പോലും. ഇതൊരു തത്വശാസ്ത്രമല്ല, അനുഭവമാണ്. ആയിരം ദൈവമക്കളുടെ അനുഭവമാണ്. സാത്താൻ ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ പരിപാടിയിട്ടപ്പോൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു എന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. സാത്താൻ ദൈവത്തോട് പറയുന്നത് ആ വേലിയൊന്ന് പൊളിക്കുവാനാണ്. അഥവാ സാത്താൻ നമ്മെ പരീക്ഷിക്കുവാൻ ദൈവം അവനെ ഒന്ന് അനുവദിച്ചാലും എന്ന്. സകലവും നന്മയ്ക്കായി ദൈവം ചെയ്തു എന്ന് നിങ്ങൾ പറയുമോ എന്നാണ് സാത്താൻ വെല്ലുവിളിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നു സകലവും നന്മയ്ക്കാണ്. അത് അങ്ങനെ കൂടി വ്യാപരിക്കും. ഇപ്പോൾ ആശ്വാസമായോ? അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവവേദലേ, താങ്കൾ തനിയെയല്ല. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ സർവേശ്വരൻ നിങ്ങളെ കാത്തു പരിപാലിക്കുന്നവനാണ്, കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നവനാണ്. ക്ഷീണിച്ച ഹൃദയത്തിനുള്ള മൃദുലമായ തലയിണയാകുന്നു റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമെന്നാണ് ഒരു ഭക്തൻ പറഞ്ഞത്.
ഓരോ ദൈവ പൈതലിനും വളരെ പ്രോത്സാഹനം നൽകുന്ന വേറൊരു വശം യോസഫിൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവവചനത്തിന് വെളിയിൽ നിന്ന്, അതായത് ദൈവത്തിൽ നിന്ന് നേരിട്ട് വെളിപാട് ലഭിക്കുന്നില്ല. ഇന്ന് പലരും എന്തൊക്കെയോ കണ്ടു എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവം നേരിട്ട് ഒരു വ്യക്തിക്കും ഈ പറയുന്നത് പോലെ വെളിപ്പെടുന്നില്ല. ദൈവം നേരിട്ട് യോസഫിന് പ്രത്യക്ഷപ്പെട്ടില്ല എങ്കിലും അവൻ്റെ ജീവിതത്തിലെ ഓരോ ചുവടും ദൈവം നടത്തി. ഇത് നമുക്ക് ഉത്തേജനം തരുന്ന ഒരു കാര്യമാണ്. ഇതിലൂടെ അവിടുന്ന് നമ്മെയും നടത്തുന്നു എന്നും നയിക്കുന്നു എന്നും നമുക്ക് സംശയലേശമന്യേ അറിയാമല്ലോ. പലരും ദൈവത്തെ കാണുവാനും എന്തെങ്കിലുമൊക്കെ അശരീരി കേൾക്കുവാനും കാത്തിരിക്കുകയാണ്. സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ കേട്ടതൊന്നും ദൈവത്തിൽ നിന്നുള്ള ശബ്ദമാണെന്ന് അവർക്ക് തോന്നാറുമില്ല. അതേ സുഹൃത്തെ, അവിടുന്ന് നിങ്ങൾക്ക് സമീപസ്ഥനാണ്. അവിടുത്തെ വചനത്തിലൂടെ അവൻ വ്യക്തമായി സംസാരിക്കുമ്പോഴും കർത്താവേ വല്ലതുമൊന്ന് പറയണേ എന്ന് നിങ്ങൾ എന്തിനാണ് യാചിക്കുന്നത്? നിങ്ങളുടെ കൂടെയുള്ള അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും തിരുവചനത്തിലൂടെയുള്ള അവൻ്റെ ശബ്ദം കേൾക്കുവാനും നിങ്ങൾ താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും അവൻ നടത്തുന്നത് നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനൊരു അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ വംശാവലി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് നാം കരുതിയ പല പ്രമുഖരെയും അവിടെ കാണാതിരിക്കുമ്പോൾ താമാറിനെ പോലെയുള്ളവർ വിശ്വാസത്താലും ദൈവകൃപയാലും ആ പട്ടികയിൽ ഉൾപ്പെട്ടത് അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കൂ. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ സമൂഹത്താൽ അംഗീകരിക്കപ്പെട്ടവർ ആയിരുന്നിരിക്കില്ല. എങ്കിലും ക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ വിശ്വാസവീരന്മാരോടൊപ്പം അവരുടെ പേരുകളും ചേർക്കപ്പെട്ടു. വിശ്വാസത്തോടെ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവമുമ്പാകെ വിലമതിക്കപ്പെടാതെ പോകില്ല എന്നതിന് ചരിത്രം തന്നെ സാക്ഷിയാണ്. അചഞ്ചലമായ ഈ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.